കോട്ടയം ജില്ലയിലും കനത്ത മഴയും കാറ്റും തുടരുകയാണ്. അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധി സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ല. കൂടുതൽ വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, കോട്ടയത്ത് ഇപ്പോഴും മഴ തുടരുകയാണോ? പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മഴ ഇന്നലെ രാത്രിയും ഇന്നിപ്പോൾ രാവിലെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ, പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിലെ ജലനിരപ്പുകൾ അല്ലെങ്കിൽ നദികളിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. അതേസമയം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് സർവകലാശാല അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ശക്തമായ മഴയിൽ പലയിടത്തും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും അതോടൊപ്പം തന്നെ വീടുകൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇന്ന് പകൽ കൂടി മഴ ശക്തിയായി തുടരുകയാണെങ്കിൽ പലയിടങ്ങളിലും നദികൾ കരകവിയുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കൂടി എത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം, അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ള ഒരു നിർദ്ദേശം തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ ഇതിനോടകം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശരി, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം മഹാത്മാഗാന്ധി സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമില്ല. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.